നിങ്ങൾ നോക്കൂ, അവന്റെ കാവലിനെ കുറിച്ച് നിങ്ങളൊന്ന് നോക്കൂ. എന്താണ് അവന്റെ കാവൽ? രാജാക്കന്മാർക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരുണ്ട്, പട്ടാളക്കാരുണ്ട്. നമുക്ക് തന്നെ നമ്മളെ ബിൽഡിങ്ങിനൊക്കെ കാവൽ നിൽക്കുന്നവരുണ്ട് അല്ലേ? എന്നാ നിങ്ങളൊന്ന് നോക്കൂ, അവരെ കാവലും അള്ളാന്റെ കാവലും തമ്മിലൊന്ന് നോക്കൂ. നിങ്ങൾ ഏത് രാജാവാണെങ്കിലും കാവൽ നിൽക്കാൻ വേണ്ടി നിർത്തിയ ആൾക്ക് തലവേദന വരുന്നതിന് കാവൽ നിൽക്കാൻ കഴിയോ? ക്യാൻസർ രോഗം വരുന്നതിന് കാവൽ നിൽക്കാൻ കഴിയോ? നല്ല വാച്ച്മാൻ ഉണ്ട്, അതുകൊണ്ട് പുഴുത്തേള് കടിക്കാതിരിക്കോ? പുഴുത്തേള് കരികണ്ടി കുത്താതിരിക്കോ? കാരണം ഈ വാച്ച്മാനെയും കുത്തും പുഴുത്തേള്. അതേ സമയത്ത് അല്ലാഹുവിന്റെ കാവൽ, ഉറക്കിൽ നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിനക്ക് കാവൽ തന്നില്ലേ? പകൽ നീ ലോകമൊട്ടാകെ സഞ്ചരിക്കുമ്പോൾ കാവൽ തന്നില്ലേ? എന്താണ് അവന്റെ കാവൽ? കേട്ടിട്ടില്ലേ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട ദുനൂനിൽ മിസ്രി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞില്ലേ, ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിലെന്തോ ഒരു വെപ്രാളം, എനിക്ക് തീരെ ഇരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചാടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു പടുകൂറ്റൻ തേള്, ആ തേളിങ്ങനെ സ്പീഡിൽ പോവുകയാണ്. ഞാൻ നോക്കി, ഈ തേളെങ്ങോട്ടാ പോകുന്നത്? അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീകളും അവർ അല്ലാഹുവിന്റെ ഏത് സൃഷ്ടിയെ കണ്ടാലും ആ സൃഷ്ടിയുടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അല്ലാഹുവിലേക്ക് എത്തിച്ചേരലാണ്. നോക്കി, തേളെങ്ങോട്ടാ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അതേ ഈജിപ്തുകാരനാണല്ലോ ദുനൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര്, മിസ്രിൽ വെച്ചാണല്ലോ നൈൽ നദിയുണ്ടല്ലോ, നൈൽ നദിയുടെ സമീപത്തേക്കാണ് തേള് ഓടിപ്പോകുന്നത്. ഞാനും പിന്നാലെ നൈൽ നദിയുടെ സമീപത്തേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, നദിയുടെ കരയുടെ അടുത്ത് വന്നിട്ടൊരു വലിയ തവള നിൽക്കുന്നു. ഈ തവളയെ കണ്ടപ്പോ തേളൊരൊറ്റത്തുള്ളലാണ്, തവളയുടെ പുറത്തങ്ങ് കയറി. സുബ്ഹാനല്ലാഹ്, ഈ തവള യഥാ സ്പീഡിൽ യാത്ര പോവുകയാണ്, ബോട്ട് പോകും പോലെ പോവുകയാണ്. തവള ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തവള തസ്ബീഹ്, പ്രത്യേകം തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ് തവള. അതുകൊണ്ടാ ഉമ്മമാരെ തവളയെ കൊല്ലരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. എല്ലാ ജീവികളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ആ തവള പ്രത്യേകം ഏകദേശ സമയത്തും തസ്ബീഹിൽ തന്നെ മുഴുകി ദിക്റും ചൊല്ലിയിരിക്കുന്ന ഒരു ജീവിയാണ്. ദിക്റും ചൊല്ലിയിരിക്കുന്നവരും ഇടയ്ക്ക് ദിക്ർ ചൊല്ലുന്നവരും ഒരുപോലെ അല്ലല്ലോ. തവളയെ കൊല്ലരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. നൈൽ നദിയിലൂടെ തസ്ബീഹും ചൊല്ലിയിട്ടതാ ഈ തവള മുന്നോട്ട് നീങ്ങുന്നു. ദുനൂനുൽ മിസ്രി തങ്ങൾ പറഞ്ഞു, ഞാനും പെട്ടെന്നൊരു തോണിയെടുത്തു. പെട്ടെന്നൊരു ചെറിയ കപ്പല്, പായക്കപ്പലാണല്ലോ, ഞാനതിൽ കയറിയ ചെറിയ ബോട്ടിൽ കയറി. ഞാനും നൈൽ നദിയിലൂടെ എങ്ങോട്ടാ പോക്കെന്ന് നോക്കാൻ വേണ്ടി പിന്നാലെ ഞാനും പോയി. അങ്ങനെ ചെന്ന് നേരെ അക്കരയ്ക്ക് പോവുകയാണ്. അക്കരെ ചെന്ന് കരക്കടുത്തെത്തിയപ്പോ തവളയുടെ പുറത്തു നിന്നതാ തേള് അക്കരക്കങ്ങ് തുള്ളി. ഞാനും കരക്കിറങ്ങി. എങ്ങോട്ടാ പോകുന്നത് നോക്കി. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനതാ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ആ ഉറങ്ങുന്നവന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് ഒരു പടുകൂറ്റൻ പാമ്പതാ ഇഴഞ്ഞിഴഞ്ഞു വരുന്നു. ഈ തേള് നേരെ അങ്ങ് ചെന്നിട്ട് പാമ്പിന്റെ സമീപത്ത് എന്ന് പാമ്പിനെയും കടിച്ചു. പാമ്പ് ഉടനെ തന്നെ തേളിനെയും കടിച്ചു. രണ്ടും പിടച്ചങ്ങ് ചത്തുപോയി. ഈ ഉറങ്ങുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടുപോയി. ഉറക്കിൽ ഈ മനുഷ്യനുണ്ടോ ഈ വിവരമറിയുന്നു? അല്ലാഹു തആല നടത്തുന്ന കാവലിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ മനുഷ്യ? നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നീയും അറിഞ്ഞിട്ടുണ്ടോ? ഓരോ സെക്കൻഡിലും അല്ലാഹു തരുന്ന കാവൽ, വാഹനത്തിൽ അല്ലാഹു തരുന്ന കാവൽ, വീട്ടിൽ അല്ലാഹു തരുന്ന കാവൽ, ഉറക്കിൽ അല്ലാഹു തരുന്ന കാവൽ, ഉണർവിൽ അല്ലാഹു തരുന്ന കാവൽ. അവന്റെ കാവലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന രാജാവ് ഓരോ സെക്കൻഡിലും നമ്മളെ കാക്കുകയല്ലേ. അങ്ങനെ കാക്കുന്നൊരു കാവൽക്കാരനുണ്ടോ? അങ്ങനെ വിവരമുള്ള കാവൽക്കാരനുണ്ടോ? അതുപോലെ ഏതൊന്നിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഏത് തവളയെ വേണമെങ്കിലും പറഞ്ഞേക്കാൻ കഴിയുന്ന, ഏത് തേളിനെ വേണമെങ്കിലും എവിടെയും എത്തിക്കാൻ കഴിയുന്ന, ഏത് പാമ്പിനെ വേണമെങ്കിലും എത്തിക്കാൻ കഴിയുന്ന, ഏത് ജീവികളെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എത്തിക്കാൻ കഴിയുന്ന അതുപോലെ അധികാരമുള്ളൊരു രാജാവുണ്ടോ?
ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹു ജല്ല ജലാലുഹു അതല്ലേ ചോദിക്കുന്നു, ഖുൽ മൻ യഖ്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാവലിലല്ലേ ഞാനും നിങ്ങളും നീങ്ങുന്നത്. അതിന് പകരം അവന്റെ കാവലൊന്നങ്ങ് നീക്കിയാൽ മോനെ ആരുണ്ട് നിന്നെ സംരക്ഷിക്കാൻ? ആരുണ്ട് ഈ പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ? ലോകം മുഴുക്കെ കാത്തു സൂക്ഷിക്കുന്ന, ലോകം മുഴുക്കെ ഭരിക്കുന്ന രാജാവ് അവൻ വല്ലാത്ത കാരുണ്യമുള്ള രാജാവ് തന്നെ. ആ രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, അവൻ തരുന്ന ചെറിയ വിഷമങ്ങളില്ലേ, ചെറിയ വിഷമങ്ങൾ, ചെറുത് എന്ന് പറഞ്ഞാൽ മൂമിനായ മനുഷ്യന് കിട്ടുന്ന എല്ലാ വിഷമവും ഗുണമല്ലേ? പക്ഷേ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചിന്തിക്കാത്ത മനുഷ്യനുണ്ടോ കഥയറിയുന്നു? ചിന്തിക്കാത്ത മനുഷ്യൻ, അറിവില്ലാത്ത മനുഷ്യൻ, അവന്റെ അറിവ് കേടുകൊണ്ടല്ലേ മുഴുവനും മറന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ നിങ്ങളോട് പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉദാഹരണം, ഒരു ബാപ്പയുടെ ഒരു കുട്ടി, ആ കുട്ടിയെ ബാപ്പ തീരെ തിരിഞ്ഞു നോക്കുന്നില്ല. പഠിച്ചാലെന്താ, പഠിച്ചില്ലെങ്കിൽ എന്താ, സ്കൂളിൽ പോയാലെന്താ, പോയില്ലെങ്കിൽ എന്താ, മദ്രസയിൽ പോയാലെന്താ, പോയില്ലെങ്കിൽ എന്താ, മദ്രസയിൽ രാവിലെ എത്തിയാലെന്താ, എത്തിയില്ലെങ്കിൽ എന്താ, ഇങ്ങനത്തെ ഒരു ബാപ്പ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉമ്മ. ആ കുട്ടിന്റെ മനസ്സിൽ എന്താ സന്തോഷം എന്നറിയോ? ഭയങ്കര സന്തോഷമാണ് ആ കുട്ടിക്ക്. കാരണം മറ്റുള്ള കുട്ടികളൊക്കെ അവനിങ്ങനെ പരിഹസിക്കാണ്, എടാ എന്റെ വാപ്പയും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നിട്ട് കളിക്കാൻ വിടുന്നില്ല, എന്നെ എത്ര കളിക്കാൻ വിടുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും ഒന്നും പറയൂല, രാത്രി എത്ര വൈകി ചെന്നാലും ഉമ്മ ഒന്നും പറയൂല, പകൽ എവിടെ പോയി കളിച്ചാലും ഉമ്മ ഒന്നും പറയൂല, ഞാൻ എത്ര പൈസ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് എന്ത് തിന്നാലും ഉമ്മ ഒന്നും പറയൂല, എന്ത് വാങ്ങിയാലും ഉമ്മ ഒന്നും പറയൂല, വാപ്പ ഒന്നും പറയൂല, എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്റെ വീട്ടില്. ഈ കുട്ടിക്ക് എന്തൊരു സന്തോഷാണല്ലേ? ഈ കുട്ടിയുടെ കാഴ്ചപ്പാട് എന്താണ്? എന്റെ ബാപ്പയും ഉമ്മയും എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന, വല്ലാതെ ഗുണം ചെയ്യുന്ന ബാപ്പയും ഉമ്മയുമാണ്. നേരെ മറിച്ച് കൃത്യമായി മദ്രസയിൽ പറഞ്ഞേക്കുന്ന ബാപ്പയും ഉമ്മയും, കൃത്യമായി സ്കൂളിൽ പറഞ്ഞേക്കുന്ന ബാപ്പയും ഉമ്മയും പൈസ കൈ കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഇക്കിളി വാസികളും വാരികളൊക്കെ വാങ്ങി വായിച്ചു കുട്ടി പിഴച്ചു പോകരുത്, ഈ കുട്ടി സിനിമക്കാരനാകരുത്, കള്ളുകുടിയനാകരുത്, ഈ കുട്ടി കള്ളനാകരുത് എന്ന് മനസ്സിലാക്കി പണം കൊടുക്കാത്ത ഉമ്മയും ബാപ്പയും, കുട്ടികളുടെ കയ്യിൽ അനാവശ്യമായി പണം കൊടുക്കാത്ത ബാപ്പയും ഉമ്മയും, സ്വതന്ത്രമായി വിട്ടുകൊടുക്കാത്ത ബാപ്പയും ഉമ്മയും, സുബ്ഹാനല്ലാഹ്, കാണുന്ന അന്യപുരുഷന്മാരുടെ കൂടെയും അന്യ സ്ത്രീകളുടെ കൂടെയും എവിടെയും ടൂറിനും അല്ലാതെയും പോകാൻ വിട്ടുകൊടുക്കാത്ത ബാപ്പയും ഉമ്മയും. ഈ ചെറിയ കുട്ടി മനസ്സിലാക്കുന്നത് ഈ ബാപ്പയും ഉമ്മയും എന്റെ ശത്രുക്കളാണെന്നാണ്, അല്ലേ? അല്ലെങ്കിൽ അത് പാടില്ലെന്ന് പറയുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് ചിലപ്പോൾ വിവരമില്ലാത്ത കള്ളുകുടിയൻ മനസ്സിലാക്കുന്നത് ഇവർ നമ്മളെ പുരോഗതിക്കെതിരാണെന്നാണ്, അല്ലേ? എന്നാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വാസ്തവത്തിൽ ഈ കുട്ടിയുടെ വിവരക്കേടാണ്. കുട്ടി മനസ്സിലാക്കുന്നത് എനിക്ക് വലിയ ഗുണം ചെയ്യാണ്, എന്നെ തിരിഞ്ഞു നോക്കാതെ സ്വതന്ത്രമായി വിടുന്ന ബാപ്പ അല്ലെങ്കിൽ ഉമ്മ എനിക്ക് വലിയ ഗുണം ചെയ്യാണെന്നാണ് കുട്ടിയുടെ ധാരണ. മറ്റേ കുട്ടിന്റെ ധാരണയോ, ബാപ്പ എന്നെ പിടിച്ചു വെച്ച് വല്ലാതെ അതാപാക്കുന്നു, ഉറങ്ങാൻ വിടുന്നില്ല, പഠിക്കണമെന്ന് പറയുന്നു, കിടക്കാൻ വിടുന്നില്ല, പഠിക്കണമെന്ന് പറയുന്നു, ഇങ്ങനെ ബാപ്പ എന്നെ അതാപാക്കുന്നു എന്നാണ് മറ്റേ കുട്ടിന്റെ ധാരണ. പക്ഷേ വസ്തുത അങ്ങനെയല്ലല്ലോ. ഈ പഠിക്കാൻ വേണ്ടി ബാപ്പയും ഉമ്മയും നിർബന്ധിച്ച കുട്ടി, ആ കുട്ടിയല്ലേ പിന്നെ പുരോഗമിക്കുന്നത്, അവനല്ലേ നാട്ടിന്റെ നേതാവാകുന്നത്, അവനല്ലേ പണ്ഡിതനാകുന്നത്, അവനല്ലേ ഡോക്ടറാകുന്നത്, അവനല്ലേ എഞ്ചിനീയർ ആകുന്നത്. അവന്റെ കാൽക്കലേക്ക് മറ്റുള്ളവരൊക്കെ വരികയല്ലേ, മറ്റുള്ളവരെല്ലാം അവൻ ഭരിക്കുകയല്ലേ, അവൻ നിയന്ത്രിക്കുകയല്ലേ. പക്ഷെ ഈ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഈ കുട്ടിയെ അടിക്കേണ്ടി വന്നിട്ടുണ്ട്, കുട്ടിയെ കണ്ണുവീഴ്ക്കേണ്ടി വന്നിട്ടുണ്ട്, കുട്ടിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ വിടാതെ ഉറക്കമൊഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? ഇങ്ങനെ കുറച്ചൊക്കെ ശിക്ഷയും കുറച്ചൊക്കെ വേദനയും കുറച്ചൊക്കെ ബന്ധാക്കലും കുറച്ചൊക്കെ പ്രയാസപ്പെടുത്തലും, ആ പ്രയാസപ്പെടുത്തലും കൊണ്ട് ആ കുട്ടിക്ക് പിന്നെ കിട്ടുന്ന കാര്യങ്ങൾ എത്രയാണ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത കുട്ടിക്ക് തോന്നുന്നത് എനിക്ക് ധാരാളം ഗുണം ചെയ്യുന്നു എന്നാണ്. പക്ഷേ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോയില്ലേ? ഇതൊരു ഉദാഹരണമാണ്. ഭാവിയെ കുറിച്ച് ചിന്തിക്കാത്തവന് ഇപ്പോൾ കിട്ടുന്ന പ്രയാസം അത് പ്രയാസമാണ്, ശിക്ഷയാണെന്ന് തോന്നും. വാസ്തവത്തിൽ ആ പ്രയാസപ്പെടുത്തൽ അങ്ങേയറ്റത്തെ അനുഗ്രഹമാണ് കേട്ടോ. ഇതെന്തിന് ഞാൻ പറഞ്ഞു?
തലവേദന വരുമ്പോ, നെഞ്ഞിവേദന വരുമ്പോ, അതേ ക്യാൻസർ രോഗം വരുമ്പോ, മറ്റെന്തെങ്കിലും രോഗം വരുമ്പോ, അല്ലാഹുവേ ഞങ്ങളെ രോഗത്തിൽ നിന്ന് കാക്കണം റഹ്മാന്. പക്ഷേ രോഗം വരുമ്പോ പടച്ചോൻ എന്തിനാ എനിക്ക് ഈ രോഗം തന്നത് എന്ന് പറഞ്ഞ നന്ദി കെട്ടവനില്ലേ? പടച്ചവൻ എന്തിനാ എനിക്ക് ഈ മുസീബത്ത് തന്നതെന്ന് ചിന്തിക്കുന്നവരില്ലേ? പടച്ചവന്റെ വിശാലമായ കാരുണ്യത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നവരില്ലേ? നിനക്ക് തീരെ വിവരമില്ലാതെ പോയി. നീ ഈമാനുള്ളവനാണോ? എന്ത് മുസീബത്ത് നിനക്ക് കിട്ടിയാലും ആ മുസീബത്ത് മുഴുവനും നിനക്ക് ഖൈറാണ് കേട്ടോ. തൽക്കാലം നിനക്ക് വേദനയാണ്, തൽക്കാലം നിനക്ക് ഞെരുക്കമാണ്, തൽക്കാലം നിനക്ക് ആപത്താണ്, തൽക്കാലം നിനക്ക് മുസീബത്താണ്. പക്ഷേ നിനക്കില്ലേ നീണ്ട ഒരു ജീവിതം. ആ ജീവിതത്തിൽ നിനക്ക് ദറജ കൂടുകയാണ് കേട്ടോ. നിന്റെ പാപം കഴുകി പോവുകയാണ് കേട്ടോ. നിന്റെ ദോഷം പൊറുക്കുകയാണ് കേട്ടോ. അപ്പൊ അല്ലാഹു ജല്ല ജലാലുഹു തരുന്ന എന്തെല്ലാം മുസീബത്തുകളുണ്ടോ അതെല്ലാം ഈമാനുള്ളവന് അനുഗ്രഹം തന്നെ, കാരുണ്യം തന്നെ. പക്ഷെ മനസ്സിലാകാൻ സമയം പിടിക്കും, മനസ്സിലാകാൻ സമയം പിടിക്കും. ഇനി നിങ്ങൾ വേറൊരു ഉദാഹരണം നോക്കൂ. നമ്മൾ അകന്ന ബന്ധത്തിൽ ഒരു നല്ല ചെറുപ്പക്കാരൻ ദുബായിൽ ഭയങ്കര ബിസിനസ്സാണ്. അവര് പെങ്കെട്ട് പറഞ്ഞു, നമ്മളെ മകളെ പെങ്കെട്ട് പറഞ്ഞിട്ട് അങ്ങനെ ബാപ്പ കെട്ടിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉമ്മ സമ്മതിച്ചില്ല. ഭയങ്കര വെറുപ്പായി. പിന്നെ വീട്ടിൽ പോവാണ്ടായി. നമ്മൾ അകന്ന ബന്ധമാണ്. എല്ലാ ബന്ധവും മുറിച്ചു ചില ആളുകൾ. കാരണം എന്തേ? നമ്മൾ വിചാരിച്ചത് നടന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞു, നമ്മളെ കുട്ടിക്ക് നല്ലൊരു പുതിയാപ്പിള്ള വേറെ കിട്ടി, നമ്മൾ നിക്കാഹ് നടത്തി പോയി. ആ ചെറുപ്പക്കാരൻ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അതാ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച കുട്ടി ഗർഭിണിയായി. ഗർഭത്തിൽ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയി, അല്ലെങ്കിൽ ആക്സിഡന്റായി മരിച്ചുപോയി. ഇപ്പൊ എന്തായി? ഇപ്പൊ ഇവരെ മനസ്സിൽ രക്ഷപ്പെട്ടു പോയി. നേരത്തെ തോന്നിയത് എന്താണ്? ആ കുടുംബം നമ്മളോട് സഹകരിച്ചില്ലല്ലോ എന്നാ. ഇപ്പൊ തോന്നുന്നതോ ഭയങ്കര ഉമ്മ, നല്ലൊരു ഉമ്മ. ആ ഉമ്മാനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? എന്താ കാരണം? നീ ജാഹിലാണോ? പിന്നെ വരുന്ന കാര്യം എനിക്കറിയാമോ, നിങ്ങൾക്കറിയാമോ? നമ്മളൊക്കെ ജാഹിലീങ്ങളല്ലേ? അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അല്ലാഹു എന്ത് തന്നോ അത് ഖൈറ്, അല്ലാഹ് എന്ത് തന്നില്ലയോ അത് ഖൈറ്. നമുക്കപ്പുറം അറിയില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനിൽ ജീവിതത്തിൽ ടെൻഷനുണ്ടോ? ചിലര് ധരിക്കും തഖ്വയുള്ള ആലിമീങ്ങൾ. ആ ആലിമീങ്ങളെ ലോകത്തുള്ള എല്ലാവരും കുറ്റം പറഞ്ഞാൽ അവർക്ക് ടെൻഷൻ ഉണ്ടാകുമോ? എല്ലാവരും കൂടി കല്ലെറിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാകുമോ? എല്ലാവരും കൂടി ചീത്ത പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാകുമോ? അല്ലാഹുവിൽ ഉറച്ച് വിശ്വസിച്ച മുഅ്മിനിന് ഇവിടെ ലോകം ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഒരു ടെൻഷനുമില്ല കേട്ടോ. സന്തോഷത്തിന്റെ ഹൃദയവുമായി നടക്കുകയാണവർ. കാരണം അല്ലാഹു എന്ത് തീരുമാനിച്ചു എനിക്ക് തരുന്നുണ്ടോ അത് തടുക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അവൻ തടുത്തു വെച്ച് അവൻ തരാതിരിക്കുന്നത് വാങ്ങിത്തരാൻ ഒരാൾക്കും കഴിയില്ല. ആ റഹ്മാനും റഹീമുമായ റബ്ബിൽ നിന്ന് കിട്ടുന്നതെല്ലാം സന്തോഷം തന്നെ. ഇനി എത്ര ഉദാഹരണങ്ങളുണ്ട് പറയാൻ. ഒരാൾക്ക് സുഖമില്ലാതെയായി, നാം റാസിബുല്ലാഹു പറഞ്ഞ ഉദാഹരണം. എന്നിട്ടോ കൈക്ക് സുഖമില്ലാണ്ടായി, അവസാനം കൈ മുറിക്കേണ്ടി വന്നു. ചിലപ്പോ ഉണ്ടാവും ജാഹിലീങ്ങൾ ഇരുന്ന് പറയുന്നത് കൈയോണ്ട് എന്തോ തെറ്റിയിട്ടുണ്ടാവുക നമുക്ക്, അതുകൊണ്ടാണ് കൈ മുറിക്കേണ്ടി വന്നു. ഓടാ നമുക്ക്, നീയാണ് അതിലും വലിയ തെറ്റ് ചെയ്തവൻ. എന്തേ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൈ മുറിക്കേണ്ടി വന്നാൽ ആ മുറിക്കുന്നത് കൊണ്ട് അള്ളാഹ് വെച്ച ഖൈറെന്താണെന്ന് നമുക്കറിയാമോ? ഒരു പക്ഷേ മറ്റൊരു മനുഷ്യനെ ആക്രമിച്ചിട്ട് അതിന്റെ പേരിൽ എത്രയോ കാലം നരകത്തിൽ കിടക്കുന്നതിൽ നിന്ന് അല്ലാഹു അവന്റെ കൈ ഇവിടെ മുറിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തുകയാകാം. അവന്റെ കാല് മുറിച്ചിട്ട് ഒരു പക്ഷേ അവനൊരു ഹറാമിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുകയാകാം. അവന് രോഗം കൊടുത്തിട്ട് ഒരു പക്ഷേ അവൻ ഗീബത്ത് പറയുന്നത് അല്ലാഹു നിർത്തിക്കുകയാകാം. അല്ലാഹ് എന്തിനാ രോഗം കൊടുക്കുന്നതെന്ന് നമുക്കറിയാമോ? പിന്നെ വരുന്ന കാര്യം അറിയാമോ? ആഖിറത്തിന്റെ വിഷയം അറിയാമോ? അതുകൊണ്ട് തന്നെ അല്ലാഹ് എന്ത് തന്നാലും കാരുണ്യമാണെന്ന് ചിന്തിച്ചു ഉറപ്പിച്ച് വിശ്വസിച്ചോ മനുഷ്യ.
അതിനെന്ത് വേണം? ഉറപ്പ് വേണം. അല്ലാഹു റഹ്മാനും റഹീമുമാണെന്ന ഉറപ്പ് വേണം. കാണുന്നില്ലേ നിങ്ങൾ, ഒരു സ്ത്രീ വന്നിട്ട് കരഞ്ഞു പറയുന്നത്, ഉസ്താദേ ഭർത്താവും കൂടെയുണ്ട്, ഞങ്ങൾക്ക് മക്കളില്ല, മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണം. റബ്ബേ ഇന്ന് നേരം വെളുത്തതിനു ശേഷവും മക്കളില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ദിക്ർ എഴുതി വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. നീ അവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോ നിർദ്ദേശം കൊടുക്കുന്നു ഡോക്ടറും, അല്ലെങ്കിൽ ഉസ്താദ് നിർദ്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ അറിവുള്ള ഒരാൾ നിർദ്ദേശം കൊടുക്കുന്നു, സഹോദരി നിനക്ക് ഗർഭായാൽ വല്ലാതെ വിഷമം സഹിക്കേണ്ടി വരും. ഗർഭം തന്നെ അത്ര എളുപ്പമുള്ള സംഗതിയൊന്നല്ല. നടക്കാനും പോവാനും ഇരിക്കാനും പോവാനും കയറാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഗർഭായാൽ. ഒരു ഗർഭം വേണ്ട. അല്ല ഉസ്താദേ, ഞാൻ ഗർഭിണിയാത്തോണ്ട് ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ പിന്നെയും പറഞ്ഞു കൊടുത്തു, എനിക്ക് ഗർഭം വേണ്ട, പ്രസവിക്കാൻ ഭയങ്കര വേദനയുള്ള പരിപാടിയാണ്, ഭയങ്കര വേദനയാണ്, പ്രസവ വേദനയാണ്, ചെറിയ വേദന ഒന്നല്ല, ചിലപ്പോൾ മരിച്ചെന്ന് പോകുന്ന വേദനയാണ്, അതുകൊണ്ട് പ്രസവം വേണ്ട. അപ്പോഴും ഇപ്പുണ്ട്, ഉസ്താദേ അങ്ങനെ പറയല്ല, എനിക്കൊന്ന് പ്രസവിച്ചേ പറ്റൂ, വേദന ഉണ്ടായേ പറ്റൂ എന്ന് മാത്രമേ. പ്രസവ വേദന വന്നപ്പോ ബാപ്പയും ഉമ്മയും ഭർത്താവും എല്ലാരും വിളിച്ചു പറയുന്നു, നല്ല വേദന ഉണ്ടാവും വേണ്ടി ദ്വാരക്കണം ഉസ്താദേ. പ്രസവ വേദന കിട്ടിയപ്പോ വിളിച്ചു പറയുന്നു, നല്ല വേദന ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്കണോ. എന്താണോ നീ വേദന ചോദിച്ചു വാങ്ങുന്നത്? അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഈ വേദന ഞാൻ സഹിച്ചാൽ എനിക്ക് സന്തോഷത്തിനും മകനെ കിട്ടുമല്ലോ, മകളെ കിട്ടുമല്ലോ, എനിക്ക് സന്തോഷമുള്ള ജീവിതം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനൊരു 10 മാസത്തോളം എത്ര വേദനിച്ചാൽ എന്താണ്, പ്രസവ വേദന എത്ര സഹിച്ചാൽ എന്താണ്. വാസ്തവത്തിൽ ഇപ്പെണ്ണ് കണ്ടതല്ലേ ജ്യേഷ്ഠത്തിയുടെ പ്രസവം, അന്ന് കൂക്കി വിളിക്കുന്നത് കേട്ടതല്ലേ, വേദന കണ്ടതല്ലേ. എന്നിട്ടും അനുജത്തി പ്രസവ വേദനയും പ്രസവവും ഗർഭവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണല്ലോ. കാരണം എന്താണ്? ഇതിന്റെ അപ്പുറത്തൊരു ഫലമുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ. ഇനി ചോദിക്കട്ടെ, ദുബായിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനെ കണ്ടില്ലേ? ഭാര്യയുടെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത്, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് വിതുമ്പിയിട്ടല്ലേ ഇറങ്ങുന്നത്, ബാപ്പന്റെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത്. എന്തേ ഈ ദുഃഖത്തിന് ഇവനെന്ത് പോകണം? പോകുന്നത് എന്താണ്? പോയാൽ 1000 ദിർഹമിന് 12,000 ഉസ്താദേ കിട്ടാനുള്ളത്. അപ്പൊ കിട്ടൂന്ന് തോന്നിയാ നീ സഹിക്കാൻ തയ്യാറാണല്ലേ? കിട്ടുമെന്ന് തോന്നിയാ സഹിക്കാൻ തയ്യാറാണല്ലേ? എന്നാ ചോദിക്കട്ടെ, നിനക്ക് ആഖിറം കിട്ടുമെന്ന് തോന്നിയിട്ട് എന്തേ നീ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സഹിക്കാത്തത്? എന്തേ നീ കള്ളുകുടി നിർത്താത്തത്? എന്തേ നീ അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് നിർത്താത്തത്? ചോദിക്കട്ടെ, നിനക്ക് സ്വർഗത്തിന് വിശ്വാസമുണ്ടോ? അല്ലാഹു റഹ്മാനും റഹീമുമാണെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് എത്ര വലിയ വേദനയുള്ള രോഗം വന്നാലും ഈ രോഗം കൊണ്ട് എന്റെ ദോഷമങ്ങ് പുറത്തു പോകും, ഈ രോഗം കൊണ്ടല്ല എനിക്ക് സ്വർഗത്തിൽ സ്ഥാനം തരും എന്ന് നീ അങ്ങ് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ രോഗം നിനക്ക് സുഖമായി മാറിയില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയില്ലേ? ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ സഹോദരന്മാരെ ഒരു ദിവസം മനസ്സിലിങ്ങനെ തോന്നുന്നു, ഒരു നല്ല റുമ്മാമ്പഴം കഴിക്കണം, നല്ല റുമ്മാൻ പഴം കഴിക്കണമെന്ന് തോന്നുന്നു. മഹാനവറുകൾ ഒരു പർവ്വതത്തിന്റെ സമീപത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ നല്ല റുമ്മാൻ ഇങ്ങനെ കാണുന്നു. മഹാനാ റുമ്മാൻ പഴം ഇങ്ങോട്ടെടുത്തു. ആ പഴമെടുത്തിട്ട് കീറി അതങ്ങോട്ട് കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത പുളിപ്പ്, പുളിച്ചിട്ട് തിന്നാൻ കഴിയാത്ത റുമ്മാനാണ്. ബഹുമാനപ്പെട്ടത് അവിടെ തന്നെ വെച്ചു. അദ്ദേഹം പിന്നെയും ഇങ്ങനെ നടന്നു. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ കുറച്ചപ്പുറത്തിയപ്പോ ഞാൻ കാണുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. കിടന്ന മനുഷ്യന്റെ അടുക്കൽ ശരീരം മുഴുക്കേ വലിയ കടന്നലുകൾ വന്ന് ഇങ്ങനെ കുത്തുന്നുണ്ട്. അവിടെ നിലത്തിങ്ങനെ കിടന്നിരിക്കുകയാണ് ആ മനുഷ്യൻ. കടന്നലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു കാണുന്നു കടന്നൽ കുത്തുന്ന ഒരു മനുഷ്യൻ. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ ഈ കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദന സഹിക്കുന്ന മനുഷ്യൻ ഇങ്ങോട്ട് സലാം അടക്കുന്നു. വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം, പേര് വിളിച്ചിട്ട് വഅലൈക്കും അസ്സലാം യാ ഇബ്രാഹിം, ഇബ്രാഹിമുൽ ഖവാസ്. വഅലൈക്കും അസ്സലാം എന്ന് വിളിച്ചിട്ട് മൂപ്പർ പേരാ വിളിക്കുന്നു. കൈഫ അറഫ്തനി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി?
ഞാൻ ഈ മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടക്കല്ലേ, ആരുമില്ലാത്ത, ആർക്കും ഉടമസ്ഥതയില്ലാത്ത പൊതുസ്വത്തായ മലഞ്ചെരുവിലൂടെ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്നേകൾ കേട്ടാരേയിരുന്നോവർ. ഔലിയാക്കൾക്കില്ലേ ചില നടത്തങ്ങൾ, ആ നടത്തങ്ങളല്ലേ ഞാനിങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ പരിചയം. നിങ്ങൾ എന്തേ പറയുന്നു? ഇബ്രാഹിം അലൈഹിം സലാം, യാ ഇബ്രാഹിം. ഓ അതാസി വിഷയം. മൻ അറഫല്ലാഹ അസ്സ വജല്ല ലം യഖ്ഫ അലൈഹി ശൈ. ഇബ്രാഹിം അൽ ഖബാസ് അല്ലാഹുവിനെ ശരിക്കൊരാളങ്ങറിഞ്ഞാൽ, അല്ലാഹുവിനെ ശരിക്കൊരാളങ്ങറിഞ്ഞാൽ പിന്നെ അയാൾക്കുണ്ടോ എന്തെങ്കിലും അറിയാതെ പോകുന്നു? അല്ലാഹുവിനെ അറിഞ്ഞവര് അറിയാത്ത കാര്യങ്ങളുണ്ടോ? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളെ കൽബകം എന്നോവർ, എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ ഔദന്നോവർ. അല്ലാഹുവിന്റെ മഅരിഫത്ത് കൊണ്ട് മനസ്സങ്ങ് തെളിഞ്ഞപ്പോൾ ആ മനസ്സിലേക്ക് അതാ ലൗഹിൽ മഹ്ഫൂദാകുന്ന കണ്ണാടി, ആ കണ്ണാടിയിലുള്ളത് മുഴുവനും പ്രതിഫലിക്കുന്നു. ഏതുപോലെ നമ്മൾ ഈ CD കാസറ്റ് ഇറക്കുന്നത് എങ്ങനെ? നമ്മളെ പ്രസംഗത്തിന്റെ ശബ്ദവും നമ്മളൊക്കെ അതിലങ്ങോട്ട് പതിയുകയാണ്. പിന്നെ അത് കൊണ്ടുപോയിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോ, അതേ CD പ്ലെയറും വെച്ച് നോക്കുമ്പോ അത് പിന്നെ ഇങ്ങനെ കാണുകയാണ് അല്ലേ? കണ്ണാടിയിലേക്ക് ടോർച്ച് അടിച്ചപ്പോ ടോർച്ചിന്റെ ലൈറ്റ് ഇങ്ങോട്ട് തന്നെ വരികയാണല്ലേ? ലൗഹുൽ മഹ്ഫൂദ് ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ എല്ലാ വിവരങ്ങളുമുണ്ട്. ആ വിവരമുള്ള കണ്ണാടിയിലേക്ക് മനസ്സ് പൂർണ്ണമായി ശുദ്ധമായ ഔലിയാക്കളുടെ മനസ്സാകുന്ന കണ്ണാടി അത് തിരിച്ചങ്ങ് വെച്ചാൽ CD കേസറ്റിൽ നമ്മൾ കാണുന്നത് പോലെ, അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്നത് പോലെ അത് മുഴുവനും അവരുടെ ഹൃദയത്തിലേക്ക് അതാ കാണുന്നു. അതാ എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ അദന്നോവർ. അത് തന്നെയാണ് ഈ മഹാനും പറയുന്നത്. ഇബ്രാഹിമുൽ ഖബാസ് അല്ലാഹുവിനെ ശരിക്കറിഞ്ഞവന് ഒരു കാര്യം അറിയാതിരിക്കലുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പോ ഇബ്രാഹിം ഖബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അയാളോട് ചോദിച്ചു, അറാലക ഹാലൻ അല്ലാഹി അസ്സ വജല്ല ഫലൗ സഅൽതുഹു അൻ യഹ്മിയക മിൻ ഹാദിഹി സനാബീർ. ഓ നിങ്ങൾ അല്ലാഹുവായിട്ട് ഇത്ര അടുത്ത ആളല്ലേ, എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദനിക്കുന്ന നിങ്ങൾക്ക് ഈ കടന്നലിന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി പഠിച്ചവനോടൊന്ന് പറഞ്ഞൂടെ? കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദന സഹിച്ചിങ്ങനെ കിടക്കുന്ന നിങ്ങൾക്ക് ഈ കടന്നലിന്റെ കുത്തിന്റെ വേദന ഒന്ന് ഒഴിവാക്കി കിട്ടാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അപ്പോ ഉടനെ തന്നെ മൂപ്പര് എന്നോട് ഇങ്ങോട്ട് പറയാണ്, അല്ല ഇബ്രാഹിമേ, നിങ്ങളും അല്ലാഹുവായിട്ട് അടുത്ത ആളല്ലേ, നിങ്ങൾക്ക് പടച്ച റബ്ബിനോട് ഈ റുമ്മാൻ പഴം കഴിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? മൂപ്പര ചോദ്യാണ്. മൂപ്പരങ്ങനെ വരുമ്പോ റുമ്മാൻ പഴം തിന്നണമെന്ന് ആശിച്ചിട്ട് അതെടുത്ത് കടിച്ചു നോക്കുമ്പോ പുളിച്ചിട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു പോകുന്നതല്ലേ? മൂപ്പര ചോദ്യം, അല്ലയോ ഇബ്രാഹിമേ, നിങ്ങളും അല്ലാഹുവായിട്ട് അടുത്ത ആളല്ലേ, നിങ്ങൾക്ക് അല്ലാഹുവോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു ഈ റുമ്മാൻ പഴം തിന്നണമെന്നുള്ള ആശ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു തരണമെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ മഹാൻ പറയാണ്, നിങ്ങൾ കഴിക്കാൻ വിചാരിച്ച റുമ്മാമ്പഴമില്ലേ, അത് ഈ ദുന്യാവിനുള്ളൊരു ശഹ്വത്തല്ലേ? ആ റുമ്മാമ്പഴത്തിന്റെ കടിയുണ്ടല്ലോ, അതിന്റെ വേദന ആഖിറത്തുനിന്ന് അനുഭവിക്കേണ്ടി വരും കേട്ടോ. അതേ സമയത്ത് ദുന്യാവിൽ എന്നെ കടിക്കുന്ന ഈ കടന്നലിന്റെ കടിയുണ്ടല്ലോ, ഇതിന്റെ രസം മുഴുവനും എനിക്ക് ആഖിറത്തിൽ വെച്ച് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന റുമ്മാമ്പഴത്തിന്റെ സുഖം അതിനങ്ങ് ദുഃഖമാണ് കേട്ടോ. ഇവിടെ എനിക്ക് കിട്ടുന്ന ഈ കടന്നലിന്റെ കടിയുണ്ടല്ലോ, അതിനെനിക്ക് ആഖിറത്തിൽ എനിക്ക് സമ്മാനമാണ് കേട്ടോ. ഇബ്രാഹിമുൽ ഖബാസ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, അതല്ലേ അർ-റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ കുറിച്ച് ശരിക്ക് അറിഞ്ഞ ഒരു മനുഷ്യന് എന്ത് മുസീബത്തും അവന് രസം തന്നെയാണ് കേട്ടോ. അവനെ ചീത്ത പറയുമ്പോൾ അവന് സന്തോഷമാണ്, കല്ലെടുത്തെറിഞ്ഞാലും സന്തോഷമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇബ്രാഹിം തങ്ങൾക്ക് അടിച്ചപ്പോഴും സന്തോഷമാണ്, കുത്തിയാലും സന്തോഷമാണ്. കാരണം എന്തേ? അവൻ തീരുമാനിച്ചിരിക്കുന്നു, ദുനിയാവിൽ എന്ത് വിഷമം അല്ലാഹു തരുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്ത് അല്ലാഹു തആല അവൻ
വകയിൽ നന്മ തരുമെന്ന് അവൻ ഉറപ്പിച്ചിരിക്കുന്നു. ആ വിശാലമായ കാരുണ്യമുള്ള റബ്ബ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, സമയമില്ല. അർ-റഹീം, അല്ല റഹീമാണ് കേട്ടോ. റഹീം എന്ന പദം വളരെ അർത്ഥവത്താണ്. അതേ, നമ്മൾ എപ്പോഴും പറയാറില്ലേ, ദുന്യാവിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന രാജാവാണ്, എന്തും കൊടുക്കുന്ന രാജാവാണ്, ഏത് ധിക്കാരിക്കും കൊടുക്കുന്ന രാജാവാണ്, ഏത് തെമ്മാടിക്കും കൊടുക്കുന്ന രാജാവാണ്. എന്നാൽ ആഖിറത്തിൽ അവന്റെ നയം അതല്ല. വിശ്വാസികൾക്ക് വകാന ബിൽ മുഅ്മിനീന റഹീമാ, ഈമാനുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക്, അവർക്ക് മാത്രമേ പാരത്രിക ലോകത്തവന്റെ കാരുണ്യമുള്ളൂ, അവർക്കേ സ്വർഗം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യ, നീ ചിന്തിച്ചോളണം, ഇവിടെ നിനക്ക് അല്ലാഹു എന്ത് തെമ്മാടിത്തം ചെയ്യുമ്പോഴും പിന്നെയും പിന്നെയും പണം തരുന്നുണ്ടാകാം, അധികാരം തരുന്നുണ്ടാകാം, ആരോഗ്യം തരുന്നുണ്ടാകാം, അനുഗ്രഹം ചൊരിക്കുന്നുണ്ടാകാം. അതിൽ നീ പെട്ടുപോകണ്ട കേട്ടോ. അല്ലാഹു റഹീമാണ് കേട്ടോ. എന്നെന്നും നിലനിൽക്കുന്ന ലോകത്ത് അവനെ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിച്ചവർക്കാണ് അവന്റെ പ്രത്യേക കാരുണ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഓർത്തോളണം, നിനക്ക് എന്ത് കിട്ടുമ്പോഴും നിന്റെ പവറല്ല, അത് അല്ലാഹു തരുന്നതാണ്. നീ അഹങ്കാരിയാകണ്ട. ഈ പ്രസംഗിക്കുന്ന എന്റെ മനസ്സിൽ പഠിക്കിൽമിന്റെ എന്തെങ്കിലും ശാഖകൾ ഇട്ടു തരുന്നവൻ അല്ലാഹയല്ലേ, നാവിലിട്ടു തരുന്നവൻ അല്ലാഹയല്ലേ, അത് കാക്കേണ്ടവൻ അല്ലാഹയല്ലേ, തെറ്റുവരാതെ സൂക്ഷിക്കേണ്ടവൻ അല്ലാഹയല്ലേ, എനിക്കതിന് തൗഫീഖ് തരേണ്ടത് അല്ലാഹയല്ലേ, സദസ്സിൽ വരാനുള്ള മനസ്സ് നിങ്ങൾക്ക് തരേണ്ടത് അല്ലാഹയല്ലേ. എല്ലാം റബ്ബിൽ നിന്നല്ലേ, നമ്മിൽ നിന്നെന്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പണക്കാരനും അഹങ്കാരം വേണ്ട, ഒരു പണ്ഡിതനും അഹങ്കാരം വേണ്ട, ഒരു ആരോഗ്യമുള്ളവനും അഹങ്കാരം വേണ്ട, ഒരു കക്ഷിക്കും അഹങ്കാരം വേണ്ട. മനുഷ്യന് സന്തോഷമാകുന്ന സന്തോഷം ശരിക്കങ്ങ് അനുഭവിക്കണമെങ്കിൽ സ്വർഗത്തിൽ രണ്ട് കാലും എടുത്തു വെച്ചാലല്ലാതെ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാൻ വകുപ്പില്ലല്ലോ മോനെ. അതാ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ഒരു പണ്ഡിതനാണോ? നീ സാധാരണക്കാരനെ കാണുമ്പോൾ ചിന്തിച്ചോളണം, പടച്ച റബ്ബേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരമുള്ളതോടുകൂടെ ചെയ്ത തെറ്റായതുകൊണ്ട് നീ പുറത്തു തന്നില്ലെങ്കിലോ. സാധാരണക്കാരൻ തിരിച്ചു ചിന്തിച്ചോളണം. അതേ, സാധാരണക്കാരന് വിവരമില്ലാത്ത കൊണ്ട് നീ പുറത്തു കൊടുക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാ സാധാരണക്കാര് പണ്ഡിതന്മാരെ കാണുമ്പോൾ ചിന്തിച്ചോളണം, പണ്ഡിതൻ എത്ര തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും സാധാരണക്കാരൻ ചിന്തിച്ചോളണം, പടച്ച റബ്ബേ, അദ്ദേഹത്തിന് നീ ഇൽമു കൊടുത്തിട്ടുണ്ടല്ലോ, വിവരം കൊടുത്തിട്ടുണ്ടല്ലോ, ആ വിവരത്തിന്റെ ബർക്കത്തുകൊണ്ട് അയാളങ്ങ് രക്ഷപ്പെട്ടു പോയാലോ. എനിക്ക് വിവരവുമില്ല, അമലുമില്ല, ഞാൻ തന്നെയല്ലേ നിസ്സാരനെന്ന് സാധാരണക്കാരൻ ചിന്തിക്കണം. ഞാനാണ് നിസ്സാരനെന്ന് പണ്ഡിതന്മാര് ചിന്തിക്കണം. ചെറുപ്പക്കാര് വയസ്സന്മാരെ കാണുമ്പോൾ ചിന്തിക്കണം, ഇയാള് മരിച്ച 10-60 കൊല്ലത്തെ ഇബാദത്തും കൊണ്ടല്ലേ ഇയാള് പോവുക. ഞാനൊരു 16 വയസ്സുള്ള ഞാൻ മരിച്ചാൽ എനിക്ക് ഇബാദത്തൊന്നും കയ്യിലില്ലല്ലോ. വയസ്സുള്ള ആള് ചെറുപ്പക്കാരെ കാണുമ്പോൾ ചിന്തിക്കണം, പടച്ചവനെ, ഈ 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിച്ചാൽ 1 കൊല്ലത്തെ കണക്കല്ലേ പഠിച്ചവരോട് പറയേണ്ടതുള്ളൂ. ഞാനൊരു 70 വയസ്സുള്ള ഞാന് ഒരു 55 കൊല്ലത്തോളമുള്ള കണക്ക് ഞാൻ അള്ളാഹുവിനോട് പറയേണ്ടതുണ്ടല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യൻ ആ മുസ്ലിമിനെ കാണുമ്പോൾ ചിന്തിക്കണം, പടച്ച റബ്ബേ, മുസ്ലിമായ മനുഷ്യന്മാർ എത്ര ആളെ ഹിദായത്ത് അവസാനം നഷ്ടപ്പെടുത്തി, ഈമാനില്ലാതെ എത്ര ആൾ ചത്തുപോയിട്ടുണ്ട്. റബ്ബേ, നീ കാക്കണേ. അതേ സമയത്ത് ആ മുസ്ലിമായ എത്ര ആളുകൾ അവസാനം ഈമാനുണ്ടായി മുസ്ലിമായി മരിച്ചവരുണ്ട്. അതുകൊണ്ട് ആരെയും നിസ്സാരപ്പെടുത്തിക്കൂടാ, ഒരു അമുസ്ലിമിനെയും നിസ്സാരപ്പെടുത്തിക്കൂടാ, ഒരു മനുഷ്യരെയും നിന്ദിച്ചുകൂടാ, ഒരു തെമ്മാടിയെയും നിന്ദിച്ചുകൂടാ, ഒരു ധിക്കാരിയെയും നിന്ദിച്ചുകൂടാ. മറിച്ച് അവനവന്റെ കാര്യം അറിയില്ലല്ലോ എന്ന നിലക്ക് അങ്ങേറ്റത്തെ പേടിയും, അതേസമയത്ത് എന്റെ രാജാവായ റബ്ബ് വല്ലാത്ത കാരുണ്യം ചെയ്യുന്ന റബ്ബല്ലേ, എനിക്ക് ധാരാളം തന്ന റബ്ബല്ലേ, അവൻ തന്നെയല്ലേ പാരത്രിക ലോകത്തുമുള്ളത്. അതുകൊണ്ട് അവൻ എന്നെ രക്ഷപ്പെടുത്തിയേക്കുമെന്ന പ്രതീക്ഷയും ഇത് രണ്ടിന്റെയും ഉള്ളിലായി മനുഷ്യന്റെ കൽബുണ്ടാകണം. അപ്പോഴാ മുഅ്മിനായ മനുഷ്യന്റെ കൽബാകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ സഹോദരന്മാരെ, അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. അൽ ഹദീസുൽ മുസൽസൽ ബിൽ അവ്വലിയ്യ, അൽ ഹദീസുൽ മുസൽസൽ ബിൽ അവ്വലിയ്യ.
മക്കയിൽ നിന്ന് വലിയ ഒരു മഹാൻ വന്നു, 100-ലധികം വയസ്സുള്ള ഒരു മഹാൻ, മുഹമ്മദ് യാസീൻ ഫാദാനി റഹിമഹുല്ലാഹ്. സാധുവായ ഞാൻ മർകസു സഖാഫത്ത് സുന്നിയിൽ പഠിച്ച് അവിടെ നിന്ന് ഉസ്താദുമാര് സെനദ് തരുന്ന വർഷം സെനദ് വാങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഞങ്ങൾക്ക് ബർക്കത്തോടുകൂടി സെനദ് തരാൻ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ മഹാൻ, 100-ലധികം വയസ്സുള്ള ഒരു മഹാൻ, മുഹമ്മദ് യാസീൻ ഫാദാനി റഹിമഹുല്ലാഹ്. മഹാനവറുകൾ ഇപ്പോൾ വഫാത്തായിപ്പോയി. മഹാനവറുകളിൽ എനിക്ക് സെനദ് ലഭിച്ചത്. മഹാനവറുകൾ വന്നപ്പോൾ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അൽ ഹദീസുൽ മുസൽസലു ബിൽ അവ്വലിയ. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, ആ ഹദീസ് ഇനങ്ങളും ഉണ്ട്. അതിൽ ഒരു ഇനമാണ് ഒരു പ്രത്യേകമായ ശൈലിയിൽ പ്രത്യേകമായ രൂപത്തിൽ പറഞ്ഞു കൊടുത്ത അതായി കണ്ണിയായി വന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസ് ഞാൻ പറയാം. എന്റെ തലയിൽ തലപ്പാവ് വെച്ചു തന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ആ സമയത്ത് ഒരു ഹദീസ് പറഞ്ഞു തന്നു. എന്നാൽ ഉസ്താദിന്റെ തലയിൽ ഉസ്താദ് തലപ്പാവ് വെച്ചു കൊടുക്കുമ്പോൾ ആ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഉസ്താദിന് അവിടുത്തെ ഉസ്താദും അതുപോലെ തലപ്പാവ് വെക്കുമ്പോൾ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യനായ സ്വഹാബിക്ക് തലപ്പാവ് കെട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞ ഹദീസ്, അവിടുന്ന് ഇങ്ങോട്ട് ഓരോ ഉസ്താദുമാരും ശിഷ്യന്മാർക്ക് തലപ്പാവ് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്ത ഹദീസ്. അങ്ങനെ എന്റെ ഉസ്താദ് എന്റെ തലയിൽ തലപ്പാവ് കെട്ടിത്തന്നുകൊണ്ട് കാന്തപുരം ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നൊരു ഹദീസ്. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇതുവരെ അങ്ങനെയാണ് വന്നത്. ആ ഹദീസിന് അൽ ഹദീസുൽ മുസൽസൽ ബിൽ ഇമാമ, തലയെ കെട്ടുകൊണ്ട് കണ്ണിയായി വന്ന ഹദീസ് എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ പറയുക. ഓരോ ഉസ്താദുമാരും ശിഷ്യന്മാർക്ക് തലയെ കെട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്ത ഹദീസ്. സഹോദരന്മാരെ, ഇതുപോലെ അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. അത് അറഫ മൈതാനിയിൽ വെച്ച് ദുൽഹജ്ജ് 9 അന്ന് തന്നെ സ്വഹാബി താബീഇന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അന്ന് മുതൽക്ക് ഇന്ന് വരെ ആ ഹദീസ് അങ്ങനെ തന്നെ വന്നു. സാധുവായ ഞാൻ അറഫയിലുള്ള സമയത്ത് കാന്തപുരം ഉസ്താദ് എനിക്ക് ആ ഹദീസ് അറഫയിൽ നിന്ന് പറഞ്ഞു തന്നു. ഉസ്താദിനെ അറഫയിൽ നിന്ന് തന്നെയാണ് ആ ഹദീസ് ഉസ്താദിന്റെ ഗുരുവര്യർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അങ്ങനെ തന്നെ വന്ന ഹദീസിനെ അൽ ഹദീസുൽ മുസൽസൽ ബി അറഫ എന്ന് പറയും. ഇതുപോലെ ഒരു ഹദീസാണ് അൽ ഹദീസുൽ മുസൽസൽ ബിൽ അവ്വലിയ. എന്താണ് ആ ഹദീസിന്റെ പ്രത്യേകത? ഏത് ഉസ്താദും ശിഷ്യനെ കണ്ടാൽ ആദ്യം പറഞ്ഞു കൊടുത്ത ഹദീസ്. അങ്ങനെയുള്ള ഒരു ഹദീസ് കിട്ടണമെങ്കിൽ അതിന് മുമ്പാ ഗുരുനാഥനിൽ നിന്ന് വേറൊരു ഹദീസ് കേൾക്കാതിരിക്കണം. അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്ന് വന്ന ആ മഹാനിൽ നിന്ന് ഞങ്ങൾ മുമ്പൊരു ഹദീസും കേട്ടിട്ടില്ല. ഞങ്ങളെല്ലാവരെയും എവിടെയുള്ള മുതഅല്ലിമീങ്ങളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി മർക്കസിൽ നിന്ന് ഞങ്ങൾക്ക് ആ മഹാൻ ഹദീസ് പറഞ്ഞു തന്നു. ആ ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചത്. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. ആ ഉസ്താദിൽ നിന്ന് ആദ്യം കേട്ടത് അതാണ്. ആ ഉസ്താദും കേട്ടത് അങ്ങനെയാണ്. അങ്ങനെ അതാ സഹാബി വരെ ഓരോരുത്തരും ഉസ്താദുമാരിൽ നിന്ന് ആദ്യം കേട്ട ഹദീസ്. എന്താ ഹദീസിന്റെ സാരം? ഇടയ്ക്ക് ഞാൻ പറയുന്നു, വരുന്ന ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ മർകസു സഖാഫത്തി സുന്നിയുടെ മഹത്തായ സമ്മേളനമുണ്ടല്ലോ. എന്റെ മാന്യ സഹോദരന്മാരെ, ആയിരക്കണക്കിന് ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്ന, ആയിരക്കണക്കിന് യതീമക്കളെ വളർത്തുന്ന ആ തുല്യതയില്ലാത്ത സ്ഥാപനം നിങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുകയും അതിന്റെ സമ്മേളനത്തിൽ എത്തിച്ചേരുകയും ചെയ്യണമെന്ന് ഇടക്കൊണ്ട് ഉണർത്തുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അൽ ഹദീസുൽ മുസൽസൽ ബിൽ അവ്വലിയ. ആ ഹദീസ് ഏതാണ്? അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. എന്താണ് ആ ഹദീസിന്റെ സാരം? സുബ്ഹാനല്ലാഹ്, എന്തൊരു സൗഹാർദ്ദത്തിന്റെ ആശയമാണ്, എന്തൊരു സ്നേഹത്തിന്റെ ആശയമാണ്, എന്തൊരു കാരുണ്യത്തിന്റെ ആശയമാണ്. അർറാഹിമൂൻ, റഹ്മത്ത് ചെയ്യുന്നവർ, കാരുണ്യം ചെയ്യുന്നവർ. യർഹമുഹുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യും കേട്ടോ.
നമ്മൾ കുട്ടികളോട് കാരുണ്യമുള്ളവരാകണം, ഭാര്യമാരോട് കാരുണ്യമുള്ളവരാകണം. നാവുമ്മൽ വന്നതൊക്കെ ഭാര്യമാരോട് വിളിച്ചു പറയുന്നവരില്ലേ, ഭാര്യമാരെ ചീത്ത പറയുന്നവരില്ലേ, ഭാര്യമാരെ തല്ലുന്നവരില്ലേ, പാവപ്പെട്ട പെണ്ണുങ്ങളോട് എന്ത് നിലക്ക് നീചമായ സ്വഭാവം കാണിക്കുന്നവരില്ലേ, സ്വന്തം ഭാര്യയെ ചീത്ത പറയുന്നവരില്ലേ. ആ പാവം പെണ്ണുങ്ങൾക്ക് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞുകൂടാ എന്നതുകൊണ്ട് നിങ്ങളെ നാവുമ്മൽ വന്നതൊക്കെ ഭാര്യയോട് വിളിച്ചു പറയലാണോ സഹോദരന്മാരെ? മക്കളോട് വിളിച്ചു പറയലാണോ രക്ഷിതാക്കളെ? ഇതുപോലെ പാവപ്പെട്ട തൊഴിലാളിയോട് കാരുണ്യം കാണിക്കാത്ത മുതലാളിമാരില്ലേ? വലിയ പണക്കാരാണ്, കാഫ്റ്റേരിയ ഒന്നിനു മേലെ ഒന്നായി കാഫ്റ്റേരിയ തുറക്കുകയാണ്, സൂപ്പർ മാർക്കറ്റ് ജോറായിട്ട് തുറക്കുകയാണ്. 4-5 മാസം കഴിഞ്ഞിട്ട് തൊഴിലാളിയുടെ ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ല, ഇതുവരെ ഈ ശമ്പളം കൃത്യമായി കൊടുത്തിട്ടില്ല. കാരുണ്യമില്ലാത്ത മുതലാളിമാരില്ലേ? സ്വന്തം കല്യാണത്തിന് ലക്ഷങ്ങൾ പൊടിപൊടിക്കുകയാണ്, അതേ സമയത്ത് നാട്ടിലുള്ള ഒരു യതീംകുട്ടിയുടെ കല്യാണത്തിന് അല്ലെങ്കിൽ ബാപ്പ ഉണ്ട്, പക്ഷേ ഓരോ ദിവസവും ബാപ്പയുടെ ചികിത്സക്ക് 1000-500 ചെലവുകളും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ബാപ്പയുള്ള ചെറിയ മക്കള്, ആ മക്കളെ എങ്ങനെയെല്ലാമോ പോറ്റി വളർത്തിയ ഉമ്മ ആ അഗതിയായ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഒന്ന് സഹായിക്കണേ എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു ഞെരുക്കമാണ്. തേങ്ങയ്ക്ക് വിലയില്ല, മുളകിന് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നു, കാഫ്റ്റേരിയ കച്ചവടമില്ല, അതേ സൂപ്പർ മാർക്കറ്റ് തീരെ ബിസിനസ് ഇല്ല. എത്ര അലമ്പുകളാണ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്നത്. അതേ സമയത്ത് സ്വന്തം മകളെ കല്യാണത്തിനോ മകന്റെ കല്യാണത്തിനോ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോ നിനക്കൊരു ഞെരുക്കവുമില്ലല്ലോ മുതലാളി. നിനക്ക് അല്ലാഹുവിനെ ഓർമ്മയില്ല അല്ലേ? തന്നവനെ ഓർമ്മയില്ല അല്ലേ? അവന്റെ കോടതിയിലേക്ക് പോകാനുണ്ടെന്ന ചിന്തയില്ല അല്ലേ? പാവപ്പെട്ടവരോട് കാരുണ്യം കാണിക്കാത്ത മുതലാളിമാരില്ലേ? ആരോഗ്യമില്ലാത്ത വയസ്സന്മാര് ബസ് കയറിയാൽ അവരോട് കാരുണ്യം കാണിച്ച് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാത്ത യുവാക്കളില്ലേ? സുബ്ഹാനല്ലാഹ്, കൈക്കുഞ്ഞുമായി ചെറിയ പാവപ്പെട്ട പെൺകുട്ടികൾ, അതേ അവളുടെ ആങ്ങള കല്യാണം കഴിക്കുന്ന ദിവസം, അവളുടെ അനുജത്തി കല്യാണം കഴിക്കുന്ന ദിവസം അവൾ കുഞ്ഞനെയും എടുത്ത് വന്നാലേ മാപ്പിളന്റെ ഉമ്മ ഇറങ്ങുള്ളൂ കല്യാണത്തിന്. മാപ്പിളയും എന്നാലേ ഇറങ്ങുള്ളൂ, എന്നാലേ മാപ്പിളന്റെ ബാപ്പ നിക്കാഹിനെത്തുള്ളൂ. ഇങ്ങനത്തെ ധിക്കാരം കാണിക്കുന്ന ചില പുതിയാപ്പിളമാരില്ലേ, പുതിയാപ്പിളമാരെ ഉമ്മമാരില്ലേ, പുതിയാപ്പിളന്റെ ആൾക്കാരില്ലേ? കാരുണ്യത്തിന്റെ മനസ്സില്ലാത്തവർ, ക്രൂരതയുള്ള മനസ്സുള്ളവർ. മോനെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അതേ ഈ ഹദീസ് ഒന്ന് പഠിക്കൂ. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. ഓള് കൂട്ടാൻ വന്നിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ പോന്ന്? മൂപ്പര് പ്രധാനമന്ത്രിയല്ലേ, പ്രധാനമന്ത്രി കൂട്ടാൻ പോണ്ട, മുഖ്യമന്ത്രി കാത്തുന്നാ മതി. അതേ സമയത്ത് ഇവളെ കൂട്ടാൻ പോയിട്ടില്ലെങ്കിൽ വരൂല. ആര് കൂട്ടാൻ പോണോ? ഇവന്റെ മകന് ജനിച്ച കുട്ടിനെയും തട്ടിയിട്ട് ബസ് കയറിയിട്ട് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവന്റെ ഈ പെണ്ണിന്റെ ഈ ഉമ്മന്റെ മകന് ജനിച്ച കുട്ടി, ആ കുട്ടിയെയും എടുത്തിട്ട് പോകണം ഈ പെൺകുട്ടി എന്തിന്? കല്യാണത്തിന്റെ അത് കൂട്ടിക്കൊണ്ടുവരാൻ. ആരെ? ഈ പ്രധാനമന്ത്രിനെ. അങ്ങനത്തെ ചില ഉമ്മാരില്ലേ? എന്റെ വാതിൽ കേക്കാൻ വന്ന കൂട്ടത്തിൽ അങ്ങനത്തെ ഉമ്മാരുണ്ടെങ്കിൽ മാറ്റിവെച്ചോ ആ സ്വഭാവം. അള്ളാന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ മാറ്റിവെച്ചോ ആ ക്രൂരതയുടെ സ്വഭാവം. കാരുണ്യമുള്ളവരായി ജീവിക്കും. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. റഹ്മാനായ റബ്ബ് കാരുണ്യം ചെയ്യും. ആർക്ക്? കാരുണ്യം ചെയ്യുന്നവർക്ക്, ഗുണം ചെയ്യുന്നവർക്ക്. അതാണ് കാരുണ്യം വേണം. മകന്റെ ഭാര്യയോട് വേണം, അതേ മക്കളെ ഭാര്യമാരോട് കാരുണ്യം വേണം. പ്രായം ചെന്ന ഉമ്മാരോടും കാരുണ്യം വേണം. ചെറുപ്പക്കാരികളെ, ഉമ്മാക്ക് വയസ്സാവുമ്പോ പണ്ട് ചെയ്തതൊക്കെ ബദലി വീട്ടണമെന്നുള്ള ധാരണ മക്കളെ ഭാര്യമാർക്കും ഉണ്ടായിരുന്നു. കാരുണ്യം അങ്ങോട്ടും വേണം. ബാപ്പനോട് പകരം വീട്ടണമെന്നുള്ള ധാരണ മക്കൾക്കും ഉണ്ടായിരുന്നു. പണ്ട് ബാപ്പ ഞാൻ വിചാരിച്ച പോലെ നടക്കാൻ വിട്ടിട്ടില്ല, എന്റെ ഭാര്യനെ കൂട്ടിയിട്ട് ടൂർ പോകാൻ വിട്ടിട്ടില്ല, അതിന് ഭർത്താവിനെ ഉപ്പാനോട് ബദലി ചെയ്യണമെന്നുള്ള ധാരണ മക്കൾക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് പറയാൻ സമയമില്ല ഇവിടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകാണ്. ഒരാൾ ഇന്നാൾ വന്നിട്ട് പറയാണ്, എന്തേ എന്റെ ബാപ്പ അല്ലെ എന്റെ ഉമ്മ സ്വത്ത് തീർത്തും മൂത്ത മോന് കൊടുത്തു കളി, എന്നിട്ടോ വേണ്ടിപ്പോ മറ്റുള്ള മക്കളൊന്നും ഉപ്പാക്ക് സുഖമില്ലാണ്ട് നോക്കുന്നില്ല. അപ്പൊ ഈ ഉപ്പാനെ നോക്കുന്നൊക്കെ ഈ സ്വത്തിന് വേണ്ടി. ഹാമുക്കുങ്ങളും സ്വത്തിന് വേണ്ടിയാണോ ബാപ്പനെ നോക്കുന്നത്? സ്വത്തിന് വേണ്ടിയാണോ ബാപ്പനെയും ഉമ്മനെയും നോക്കുന്നത്? ബാപ്പനെയും ഉമ്മനെയും നോക്കുന്നത് ബാപ്പയായതിന്റെ പേരിലല്ലേ, ഉമ്മയായതിന്റെ പേരിലല്ലേ? എന്നാ പിന്നെ തീരെ സ്വത്തില്ലാത്ത ബാപ്പനെയും ഉമ്മനെ ആരും നോക്കണ്ട. എന്തൊരു കാരുണ്യമില്ലാത്ത ലോകം. ഇന്നാളൊരു ചങ്ങാതി വന്നിട്ട് ചോദിക്കാണ്, നഴ്സറിയിലെ കുട്ടികൾക്ക് ബോർഡിംഗ് ഉണ്ടോ? നേഴ്സിലെ കുട്ടികളെ ബോർഡിംഗ് ഉണ്ടോ? എന്താ കാരണം? എന്നാ അത്രയും ഓയിലുണ്ടാലേ കുഞ്ഞുങ്ങളെയും കൊണ്ട് രാവിലെ അങ്ങ് പറഞ്ഞേച്ചിട്ടാവുന്നില്ല ബോർഡിങ്ങിലേക്ക്. നേഴ്സറിയിലെ കുട്ടികൾ ബോർഡിംഗ് ആയാലും തീരെ അധ്വാനിക്കണ്ടല്ലോ ഉമ്മാര്. ബാപ്പയും തിരിഞ്ഞോക്കണ്ടല്ലോ, നല്ല സുഖമല്ലേ?
ഇത് നടത്തുന്ന നമുക്കല്ലേ ഇത് വിഷമം അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ബോർഡിംഗ് ഉണ്ട് ആർക്ക്? നേഴ്സറിയിലെ കുട്ടികൾ, 4 വയസ്സുള്ള കുട്ടികൾ ബോർഡിംഗ് ഉണ്ടോ എന്നാ ചോദിക്കുന്നു. അങ്ങനത്തെ കുട്ടികൾ വളർന്നാൽ എന്ത് ചെയ്യുന്നറിയോ? വയസ്സാകുമ്പോൾ ബാപ്പാക്കും ഉമ്മാക്കും ബോർഡിംഗ്, അതാ വൃദ്ധസദനം എന്ന് പറഞ്ഞു. ബാപ്പാക്കും ഉമ്മാക്കും ബോർഡിംഗ് കൊണ്ടുപോയി ചേർക്കും ബാപ്പാനെ ഉമ്മാനെ വൃദ്ധസദനത്തിൽ. കാരണം ഇങ്ങോട്ടുമില്ലല്ലോ കാരുണ്യം. ഇങ്ങനെയല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. റഹ്മാനായ റബ്ബ് കാരുണ്യം ചെയ്യുന്നവർക്ക് കാരുണ്യം ചെയ്യുന്നവനാണ്. മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യണം. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർള്. വിശാലമാണ് കാഴ്ചപ്പാട്. ഇർഹമുൽ മുസ്ലിമീൻ എന്നല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് മാത്രം കാരുണ്യം ചെയ്യൂ എന്നല്ലല്ലോ ആ മഹാനായ നേതാവ് പറഞ്ഞത്. വർഗീയതയില്ലല്ലോ, പക്ഷപാതിത്വമില്ലല്ലോ, ഭീകരതയില്ലല്ലോ, ക്രൂരതയില്ലല്ലോ. ഓ ഡെൻമാർക്കുകാരാ, നിന്റെ ഡാനിഷ് പത്രത്തിൽ 4 വര വരച്ചിട്ട് കാരുണ്യത്തിന്റെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ക്രൂരനാണെന്ന് പറഞ്ഞ് നീ 4 വര വരച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ ക്രൂരനാണെന്ന് ചിത്രീകരിക്കാമെന്ന് ധരിച്ചുപോയോ ഡെൻമാർക്കുകാരാ? ധരിച്ചുപോയോ യഹൂദികളെ? ധരിച്ചുപോയോ ഇസ്ലാമിന്റെ ശത്രുക്കളെ? നിങ്ങൾ വിഡ്ഢികളെ സ്വർഗത്തിലാണ് കേട്ടോ. ആ നേതാവിന്റെ പ്രസ്താവന ഇർഹമൂ മൻ ഫിൽ അർള്. ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യുക. ഭൂമിയിലുള്ള മാപ്പിളാർക്ക് മാത്രം കാരുണ്യമെന്നല്ല പറഞ്ഞത്, മുസ്ലിമേക്ക് മാത്രം കാരുണ്യമെന്നല്ല പറഞ്ഞത്. ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യുക. യർഹംകും മൻ ഫിസ് സമാ. ആകാശത്തിൽ അധികാരമുള്ള റബ്ബ്, ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ആകാശത്തിൽ എന്തുള്ളവൻ? ആകാശത്തിൽ അധികാരമുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. മറ്റൊരു വ്യാഖ്യാനം അതിനുണ്ട്. ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ആകാശത്തിലുള്ളവർ ആരാണത്? മലക്കുകളാണ്. മറ്റൊന്ന് മഹാത്മാക്കളാണ്. അങ്ങനെ മഹാത്മാക്കളെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. ഈ 2 നിലക്കും ആ ഹദീസിന് വ്യാഖ്യാനമുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, കാരുണ്യമുള്ള രാജാവിന്റെ അടിമകളായ നാം കാരുണ്യമുള്ളവരാകണം. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ. മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന അവിശ്വാസികളോട് വേണ്ടി വന്നാൽ ഗൗരവം കാണിക്കേണ്ടി വരും. ആ ഗൗരവമാണ് അബൂജഹലിനോട് കാണിച്ചത്. അശിദ്ദാഉ അലൽ കുഫാർ എന്നാണ്. അതേ നിലക്കുള്ള കുഫാറിനോട് ഗൗരവം വേണം. പക്ഷേ റുഹമാഉ ബൈനഹും, റുഹമാഉ ബൈനഹും, എതിർപ്പ് കാണിക്കാത്ത സന്ധിയോടെ ജീവിക്കുന്നവരോടും മുഅ്മിനീങ്ങൾക്കിടയിലും കാരുണ്യം വേണം. അങ്ങനെ കാരുണ്യം ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന അനുയായികളെന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? എന്നാൽ സഹോദരന്മാരെ, മറ്റുള്ളവർക്ക് അല്ല കൊടുക്കുന്ന കഴിവ് കൊണ്ടും അല്ല കൊടുക്കുന്ന പവർ കൊണ്ടും കാരുണ്യം ചെയ്യുന്നവരെന്ന നിലക്ക് സൃഷ്ടികൾക്കും റഹീം എന്ന പേര് പറയാറുണ്ട്. റഹീം എന്ന പേര് അല്ലാഹുവിന് പറയുന്നത് കാരുണ്യത്തിന്റെ ഉടമസ്ഥരും രാജാവും സൃഷ്ടാവും എന്ന നിലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ 2 പേര്, ഒന്ന് റഊഫ്, ഒന്ന് റഹീം. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പറഞ്ഞില്ലേ? അത് ശിർക്കല്ലേ കുട്ടികളെ? മറിച്ച് അല്ലാഹു റഊഫാണെന്ന് പറഞ്ഞാൽ, അല്ല ദയ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാൽ, ദയാലുവാണെന്ന് പറഞ്ഞാൽ അവൻ സ്വന്തമായ കഴിവ് കൊണ്ടും അധികാരം കൊണ്ടും ദയാലുവാണ്. റസൂലുള്ള ദയാലുവാണെന്ന് പറഞ്ഞാൽ അല്ല കൊടുക്കുന്ന പവർ കൊണ്ടും നല്ല മനസ്സുകൊണ്ടും കാരുണ്യം ചെയ്യുന്ന ദയാലുവാണ്. റഹീമാണ് അല്ല എന്ന് പറഞ്ഞാൽ സ്വന്തമായി റഹീമാണ്. അതേസമയത്ത് റസൂലുള്ള റഹീമാണെന്ന് പറഞ്ഞാൽ അതേ അല്ല കൊടുക്കുന്ന കഴിവ് കൊണ്ട് റഹീമാണ്.
അപ്പൊ അല്ലാഹുവിലേക്ക് എന്ത് പറഞ്ഞാലും സ്വന്തമുള്ളതാണ്. സൃഷ്ടികളിലേക്ക് എന്ത് കൂട്ടിയാലും അത് അല്ലാഹ് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഖുർആനിൽ മുഅ്മിനീങ്ങളെ പറ്റിയും പറഞ്ഞു, റുഹമാഉ ബൈനഹും, മുഅ്മിനീങ്ങൾ റഹീമുകളാണ്, റഹീമുകളാണ് എന്ന് പറഞ്ഞാലോ അവരും കാരുണ്യം ചെയ്യുന്നവരാണ്. ആ കാരുണ്യം അല്ലാഹ് കൊടുക്കുന്ന കഴിവ് കൊണ്ടുള്ള കാരുണ്യമാണ്. അപ്പൊ സൃഷ്ടികളിൽ നിന്ന് കിട്ടുന്നതെല്ലാം, സൃഷ്ടികളോട് ചോദിക്കുന്നതെല്ലാം, സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം അല്ലാഹ് കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്നു എന്ന നിലക്കാണ്. അല്ലാഹ് കൊടുക്കുന്നതിൽ നിന്നാണ്. അല്ലാഹുവിൽ പ്രതീക്ഷിക്കുന്നതെല്ലാം, അല്ലാഹുവിന്റെ കാരുണ്യമെല്ലാം അല്ലാഹുവിൻ്റെതെല്ലാം സ്വന്തമായുള്ളതാണ്. ഇവിടെയാണ് വ്യത്യാസം കേട്ടോ. ഈ വ്യത്യാസം ഗ്രഹിക്കാത്തതിന്റെ പേരിൽ റസൂലുള്ളാഹി റഹീമാണ് അള്ളാഹിനെ പോലെ ആക്കിയില്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ റഹീമാണെന്ന്. അതുപോലെ മുഅ്മിനീങ്ങൾ റഹ്മാനെന്ന് പറയുമ്പോൾ അള്ളാഹിനെ പോലെ ആക്കിയില്ലേ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഇല്ല, അല്ലാഹുവിൻ്റെതൊക്കെ സ്വന്തമായുള്ളതാണ്, സൃഷ്ടികളുടേതൊക്കെ അല്ലാഹ് കൊടുക്കുന്നതാണ്. അവിടെയാണ് വ്യത്യാസം കേട്ടോ. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹ് വലിയ റഹ്മത്തായി അവതരിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതും റഹ്മത്ത് തന്നെ, ഐനുർ റഹ്മത്ത് തന്നെ. ഇനി സ്വർഗത്തിൽ നമ്മളെ കടക്കലോ അതും റഹ്മത്ത് കൊണ്ട് തന്നെ. ഒരു ചരിത്രം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിന്നു, ദൂരെ നിൽക്കുന്നവർക്ക് സദസ്സിലേക്ക് വന്നു. നമുക്ക് ദുആ ചെയ്ത് പിരിയണമല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇമാം അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തൻബീഹുൽ ഗാഫിലീൻ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു സംഭവം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ഞങ്ങൾ ഇരിക്കുമ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ, എന്റെ സ്നേഹിതൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോഴാണ് എന്റെ സമീപത്ത് നിന്ന് പോയിട്ടുള്ളത്. ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഒരു സംഭവം പറഞ്ഞു, ഒരു ചരിത്രം പറഞ്ഞു. എന്താണ് സംഭവം? സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, അങ്ങയെ നബിയാക്കി നിയോഗിച്ച പടച്ചവനെ തന്നെ സത്യം. അല്ലാഹുവിനൊരടിമ, ആ അടിമ 500 കൊല്ലമായി ഒരു പർവ്വതത്തിന്റെ മേലെ കഴിയുന്നു. വലിയ പർവ്വതമല്ല, 30 മുഴം നീളവും 30 മുഴം അകലവും 30 മുഴം കൈ ഉയരവുമുള്ള ഒരു ചെറിയ കുന്ന് അല്ലെങ്കിൽ ഒരു മല. ആ മലയുടെ 4 ഭാഗവും 4000-ഓളം ഫർസഖുകൾ, അത് 1000കണക്കിന് കിലോമീറ്ററുകൾ. 4 ഭാഗവും വെള്ളമാണ്, കടലാണ്. ആ കടലിന്റെ മധ്യത്തിലുള്ള ചെറിയ ഒരു മല, ആ മലയുടെ മേലെ 500 കൊല്ലമായി ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നു. അദ്ദേഹത്തിന് കുടിക്കാൻ ഈ കുന്നിന്റെ മേലെ അതിന്റെ താഴ്വരയിലായി നല്ല ശുദ്ധവെള്ളം അല്ലാഹ് വെച്ചു കൊടുത്തിരിക്കുന്നു. അതൊരു വിരലിന്റെ അത്ര വീതിയിലെ ആ ചെറിയ ഉറവ് പൊട്ടി ഒലിക്കുന്നുള്ളൂ. അദ്ദേഹം എല്ലാ ദിവസവും ഇറങ്ങി വന്നത് കുടിക്കുന്നു. അവിടെ തന്നെ ഒരു നല്ല റുമ്മാൻ പഴം കഴക്കുന്ന മരവും അല്ലാഹ് വെച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. ആ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? എല്ലാ ദിവസവും ഒന്ന് ഇറങ്ങി വരും, വെള്ളമൊന്ന് നന്നായി കുടിക്കും, ആ മരത്തിൽ റുമ്മാൻ പഴം തിന്നും. അങ്ങനെ അദ്ദേഹം അങ്ങ് മേലേക്ക് കയറിപ്പോകും. പിന്നീട് അദ്ദേഹം പൂർണ്ണമായി വളുവുമെടുത്ത് കയറിപ്പോയ മനുഷ്യൻ നിസ്കാരത്തിലാണ്, സുജൂദിലാണ്, ഇബാദത്തിലാണ്. ആ മനുഷ്യൻ ഒരു ദിവസം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, സുജൂദിലായി എന്നെ നീ ഒന്ന് മരിപ്പിക്കണേ. എന്റെ ശരീരം മണ്ണിൽ വെച്ച് നീ നശിപ്പിക്കാതെ ആ സുജൂദിൽ തന്നെ എന്നെ നീ അങ്ങ് നിലനിർത്തണേ.
റബ്ബ് അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ച് സുജൂദിൽ തന്നെ മരിപ്പിച്ചു. മരിപ്പിച്ചതിന് ശേഷം ആ സുജൂദിൽ തന്നെ അദ്ദേഹം കിടക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ ആകാശലോകത്ത് നിന്ന് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ അദ്ദേഹത്തെ കാണുന്നുണ്ട് നബിയേ. പക്ഷേ പറയാനുള്ളതെന്താണ്? എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഖിയാമത്ത് നാളിൽ അതാ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, അദ്ഖിലൂ അബ്ദിൽ ജന്നത ബിറഹ്മതി. എന്റെ ഈ അടിമയെ എന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടത്തൂ. അപ്പോൾ ആ അടിമ പടച്ച റബ്ബിനോട് പറയും, ബൽ ബി അമലി. റബ്ബേ, ഇത്രയും ഇബാദത്ത് ചെയ്ത ആളല്ലേ ഞാൻ, അതുകൊണ്ട് എന്റെ അമലിന്റെ കാരണം കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തൂ. നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ കടത്താനല്ലേ മലക്കുകളോട് പറഞ്ഞത്? അതൊന്ന് തിരുത്തിയിട്ട് എന്റെ ഇബാദത്ത് കാരണം കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്താൻ ഓർഡർ തരൂ റബ്ബേ. അല്ലാഹു പറയും, മലക്കുകളെ, ഹാസിബു അബ്ദി ബിനിഅമതി അലൈഹി. എന്റെ അടിമക്ക് ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങളും അയാൾ ചെയ്ത അമലും വെച്ചിട്ടൊരു കണക്ക് നോക്കിക്കളയൂ. അയാൾ കണക്ക് പറഞ്ഞില്ലേ? അയാളുടെ അമലിന് പകരം സ്വർഗം കിട്ടണമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടൊന്ന് കണക്ക് നോക്കിക്കോളൂ. അങ്ങനെ മലക്കുകൾ കണക്ക് പറയുകയാണ്. എടോ, നിനക്കല്ല കണ്ണ് തന്നിട്ടില്ലേ? ഓരോ സെക്കൻഡിലും കണ്ണിന് കാഴ്ചയില്ലേ? ഓരോ സെക്കൻഡിലും കണ്ണിന് കാഴ്ചയില്ലേ? ആ കാഴ്ച നിനക്ക് നിലനിൽക്കാൻ വേണ്ടി നീ എത്ര അമൽ ചെയ്യുമായിരുന്നു? 500 കൊല്ലമാണ് ഇബാദത്ത് എടുത്തതെങ്കിൽ 500 കൊല്ലവും നിനക്ക് കണ്ണിന്റെ കാഴ്ചയില്ലേ? ആ കാഴ്ച കിട്ടാൻ വേണ്ടി നീ 500 കൊല്ലവും ഇബാദത്ത് എടുക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, കണ്ണങ്ങ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും കണ്ണിന്റെ കാഴ്ച എനിക്ക് ആവശ്യമല്ലേ? അതുകൊണ്ട് ആ കണ്ണിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി തന്നെ ഞാൻ 500 കൊല്ലവും ഞാൻ ഇബാദത്ത് എടുക്കേണ്ടി വരും. ഞാൻ ഇബാദത്ത് എടുക്കാൻ സന്നദ്ധരുമാണ്. ഉടനെ മലക്കുകൾ ചോദിക്കുന്നു, കണ്ണിന് 500 കൊല്ലത്തെ ഇബാദത്തും കഴിച്ചിട്ട് നിനക്ക് തന്ന ഒരുപാട് അവയവങ്ങളില്ലേ? കാതും കയ്യും കാലും മൂക്കും നാക്കും പറഞ്ഞാ തീരാത്ത എത്രയുണ്ട്. അതുണ്ടോ? പറഞ്ഞു തീരുന്നു. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിച്ചില്ലേ? പഞ്ചസാര എടുത്ത് കയ്യിലൊന്നിട്ടു നോക്കൂ, മധുരമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളെ പഞ്ചസാരയൊന്ന് കാലിന്റെ തൊടേമേൽ വെച്ച് നോക്കൂ, മധുരമുണ്ടോ? കാലിന്റെ പൊറോടിമേൽ വെക്കൂ, മധുരമുണ്ടോ? തലയിൽ വെച്ച് നോക്കൂ, മധുരമുണ്ടോ? പക്ഷേ അത് തൊള്ളയിലങ്ങെത്തിയപ്പോ എന്തൊരു മധുരമാണ്. മറ്റുള്ള സ്ഥലത്ത് മധുരം ഉണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം? തൊള്ളയിലല്ലേ മധുരം വേണ്ടത്. അങ്ങനെ ഓരോന്നും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുണ്ടോ പറഞ്ഞാ തീരുന്നു? എല്ലാം തന്ന റബ്ബല്ലേ. അതുകൊണ്ട് നിന്റെ ബാക്കിയുള്ള എല്ലാ അനുഗ്രഹത്തിനും ഇബാദത്ത് എവിടെ? കണ്ണിന്റെ അനുഗ്രഹത്തിന് 500 കൊല്ലത്തെ ഇബാദത്ത് കണക്കാക്കി ബാക്കിയുള്ള അനുഗ്രഹത്തിന് ഇബാദത്ത് എവിടെ? മലക്കുകൾ ചോദിക്കുമ്പോ പേടിച്ച് ആരണ്ട് വിറച്ചില്ലേ ആ മഹാൻ? ഉടനെ പറയുന്നു, അതേ റബ്ബേ. അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, അദ്ഖിലൂ അബ്ദിന്നാർ. അവനല്ലേ അവന്റെ അമലിന് പകരം സ്വർഗം കൊടുക്കണമെന്ന് പറഞ്ഞത്? അമല് കൂട്ടി നോക്കുമ്പോ കണ്ണിന് മാത്രല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും അമലില്ലല്ലോ. അടിമയെ പിടിച്ച് നരകത്തിൽ എറിഞ്ഞോളൂ മലക്കുകളെ. അപ്പോഴല്ലേ പേടിച്ചരണ്ട അടിമ വിളിക്കുന്നു, യാ റബ്ബി ബിറഹ്മതിക അദ്ഖിൽനിൽ ജന്ന. എന്റെ റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ കടത്തണേ. ആ സമയത്ത് അല്ലാഹു പറയുന്നു അവനെ തിരിച്ചു കൊണ്ടുവരൂ, നിർത്തൂ. അവിടെ നിർത്തുന്നു. പടച്ച റബ്ബിന്റെ കോടതിയിൽ ചോദിക്കുന്നു അല്ലാഹു തആല, അബ്ദി, എന്റെ അടിമേ, മൻ ഖലഖക, നിന്നെ പടച്ചവൻ ആരാണടാ? വലം തകു ശൈആ, നീ എന്തെങ്കിലും ആയിരുന്നു, പറയാൻ പറ്റുന്ന സാധനമായിരുന്നു. ബീജവും അണ്ടവും സങ്കലനം നടത്തിയ സമയമില്ലേ? ആ സമയത്ത് നിന്നെ കാണാൻ അറുപ്പ് തോന്നുന്നതല്ലേ?
നിന്നെ ചിന്തിക്കാൻ കഴിയാത്ത വസ്തുവല്ലേ? നിന്നെ പടച്ചതാരാണടാ? അല്ലാ അന്ത യാ റബ്ബി, നീ തന്നെയല്ലേ റബ്ബേ പടച്ചത്. ഫയഖൂലു അകാന ദാലിക ബിഅമലിക, നിന്നെ അങ്ങനെ പടച്ചത് നീ അമൽ ചെയ്തിട്ടാണടാ? നിന്നെ ഞാൻ എങ്ങനെ പടച്ചത് ഞാൻ അമൽ ചെയ്തിട്ടാണോ? അല്ല, ഔ ബിറഹ്മതി, എല്ലാ എന്റെ കാരുണ്യം കൊണ്ടാണോ? ഫയഖൂലു ബൽ ബിറഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് തന്നെ. ചോദിക്കുന്നു, എടോ മനുഷ്യ, മൻ ഖവ്വാക അലാ ഇബാദതി 500 സന, നിന്നെ 500 സന 500 കൊല്ലം ഇബാദത്ത് എടുക്കാൻ നിനക്ക് ശക്തി തന്നവൻ ആരാണോ? പടച്ച റബ്ബി അന്ത യാ റബ്ബി, നീ തന്നെ. ഫഖൂലു മൻ അൻസലക ഫീ ജബലിൻ ഫീ വസ്തിൽ ലുജ്ന, ഈ വലിയ ആഴക്കടലിന്റെ മധ്യത്തിൽ ഒരു ചെറിയ കുന്നിന്റെ മേലെ നിന്നെ കൊണ്ടുവന്ന് ഇറക്കിയതാരാൻ? നിനക്ക് നല്ല വെള്ളം തന്നതാരാൻ? ഉപ്പ് വെള്ളമില്ലാതെ ശുദ്ധവെള്ളം തന്നതാരാൻ? നിനക്ക് റുമ്മാനത്ത് എല്ലാ രാത്രിയും തന്നതാരാൻ? ഇങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന റുമ്മാൻ പഴം നിനക്ക് എല്ലാ ദിവസവും തന്നതാരാൻ? ഓ മനുഷ്യ, സുജൂദിലായി നിന്റെ റൂഹ് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് നീ അത് ചോദിച്ചപ്പോ അത് ചെയ്തവനാരാണ്? ഇങ്ങനെ ഓരോന്നോരോന്നുള്ള എടുത്ത് ചോദിക്കുമ്പോ അന്ത യാ റബ്ബി, അന്ത യാ റബ്ബി, അന്ത യാ റബ്ബി, അതെ എല്ലാം നീ തന്നതാ റബ്ബേ, എല്ലാം നീ തന്നതാ റബ്ബേ. ചോദിക്കുന്ന ഫകുല്ലു ദാലിക ബിറഹ്മതി, എല്ലാം എന്റെ കാരുണ്യം കൊണ്ടാണല്ലേ? എന്റെ കാരുണ്യം കൊണ്ടല്ലാതെ നിനക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? എന്നാൽ എനിക്ക് കിട്ടാൻ പോകുന്ന സ്വർഗവും അതും എന്റെ കാരുണ്യം കൊണ്ട് തന്നെ. വബിറഹ്മതി ഉദ്ഖിലുകൽ ജന്ന, എന്റെ സ്വർഗത്തിൽ ഞാൻ എന്റെ കാരുണ്യം കൊണ്ട് തന്നെ നിന്നെ കടത്തുന്നു. നിന്റെ അമലിന്റെ ജോറും പറഞ്ഞ് ഇവിടെ കണക്ക് പറഞ്ഞു നീ നരകക്കാരൻ തന്നെ. എല്ലാം കൊടുക്കുന്ന രാജാവായ റഹ്മാനേ, റഹീമായ രാജാവേ, അടിമകളായ ഞങ്ങൾക്ക് എല്ലാം നിന്റെ കാരുണ്യം കൊണ്ട് നീ തന്നു. ഞങ്ങൾക്ക് സ്വർഗവും നീ കാരുണ്യം കൊണ്ട് നൽകണേ റഹ്മാനേ.